ഞാൻ ചോദിക്കുന്ന ചെറിയ ചെറിയ തുകകൾ ദാ ഇതുപോലെ കൃത്യസമയത്ത് ഒരു വിഷമവും ഇല്ലാതെ ഗോപാൽജി എനിക്ക് തരുന്നതാണ് ഗോപാൽജിക്ക് നല്ലത്. പറഞ്ഞില്ല എന്ന് വേണ്ട. പിന്നെ നമ്മൾ തമ്മിൽ ഉരസാനെന്ന നഷ്ടം ഗോപാൽജിക്ക് മാത്രമായിരിക്കും. അത് മറക്കണ്ട. മനസ്സിലായില്ലേ? പോട്ടെ. ഇയാൾ ഉറപ്പായിട്ടും നമുക്ക് പാരയാവുണ്ടാടി. പക്ഷേ ഇയാളെ നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. പീതാംബരനെ പോലെ വിവരമില്ലാത്തവനല്ല അനിൽകുമാർ. തൽക്കാലം അവൻ ജീവനോട് ഇരിക്കുന്നത് തന്നെയാണ് നമുക്ക് നല്ലത്. ഗിരിയേട്ടാ, അവിടെ വെച്ചേക്ക്. അതെ, ഞാനൊന്ന് മുഖം കഴുകിയിട്ട് ഒന്ന് കാപ്പി പിടിച്ചോളാം. ഗിരിയേട്ടാ, ഗിരിയേട്ടൻ എന്തിനാ എന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്നത്? ശിക്ഷിക്കേ? പിന്നല്ലാതെ. ഗിരിയേട്ടൻ എന്നിൽ നിന്നും മനഃപൂർവ്വം അകലം പാലിച്ച് നടക്കാന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ ചെയ്ത എന്തോ തെറ്റിന് ഗിരിയേട്ടൻ എന്നെ ശിക്ഷിക്കാന്നാ എനിക്ക് തോന്നുന്നത്. എനിക്കാരെയും ശിക്ഷിക്കാനുള്ള ഉദ്ദേശമൊന്നുമില്ല പ്രീതി. തെറ്റ് എന്റെ ഭാഗത്താണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. പക്ഷേ നടന്നതൊരു തെറ്റാണെന്ന് എന്നെ പോലെ തന്നെ നീ മനസ്സിലാക്കണം. അതിനാവശ്യമില്ലാത്ത അർത്ഥങ്ങൾ ചിന്തിച്ചു കൂട്ടി മനക്കോട്ടകൾ കെട്ടരുത്. എന്റെ ജീവിതത്തിൽ ഒരു പെണ്ണേ ഉള്ളൂ, അത് മഞ്ജുവാണ്. എനിക്കത് അറിയാം ഗിരിയേട്ടാ. ശരിക്കും അറിയോ? പക്ഷേ പലപ്പോഴും പ്രീതിയുടെ പെരുമാറ്റം കാണുമ്പോൾ ഈ വീട്ടിലും എന്റെ മീതയും അധികാരം സ്ഥാപിക്കാൻ ഓരോന്ന് ചെയ്യുന്നത് പോലെ തോന്നും. എനിക്കങ്ങനെ ഒരു ഉദ്ദേശമില്ല ഗിരിയേട്ടാ. ഇത് എന്റെയും കൂടെ കുടുംബമായിട്ടാ ഞാൻ കാണുന്നത്. അത് തകർക്കാൻ ഞാൻ എന്തേലും ചെയ്യോ? പ്രീതി ഇത് സ്വന്തം കുടുംബമായിട്ട് കാണുന്നത് തന്നെയാ പ്രശ്നം. നീ ഇവിടുത്തെ വെറും ഒരു അതിഥി മാത്രമാ. ഒരംഗത്തെ പോലെ സ്വാതന്ത്ര്യം എടുക്കുമ്പോഴാ ഈ വീട്ടിലുള്ളവർ അസ്വസ്ഥരാവുന്നത്. ഇന്നലെ തന്നെ ഞങ്ങളുടെ ബെഡ്റൂമിലേക്ക് അനുവാദം പോലും ചോദിക്കാതെ കയറി വന്നത് തീരെ ശരിയായില്ല. മഞ്ജുവിന് പോലും ദേഷ്യം വന്നു. സോറി, നിങ്ങളെ ബുദ്ധിമുട്ടിക്കാനുള്ള ഒരു ഉദ്ദേശം എനിക്കുണ്ടായിരുന്നില്ല. ഗിരിയേട്ടൻ പറഞ്ഞ പോലെ എനിക്ക് നിങ്ങളോടൊക്കെ ഒരു സ്വാതന്ത്ര്യം ഉണ്ടെന്ന് ഞാൻ കരുതിപ്പോയി. അത് തെറ്റാണെന്ന് എനിക്കിപ്പോ മനസ്സിലായി. ഞാൻ പ്രീതിയെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. എനിക്കെല്ലാം മനസ്സിലായി ഗിരിയേട്ടാ. ഞാനൊരു ശപിക്കപ്പെട്ട ജന്മോ. ഞാൻ സ്നേഹിക്കുന്നവർക്കൊക്കെ എന്നെ കൊണ്ട് ഉപദ്രവം മാത്രമേ ഉണ്ടാവാറുള്ളൂ. ആദ്യം എന്റെ അച്ഛൻ, ഇപ്പൊ ഗിരിയേട്ടൻ. എല്ലാവരും ഞാൻ കാരണം ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടേ ഉള്ളൂ. പ്രീതി, പ്രീതി, പ്രീതി കരയരുത്. കരയരുത് പ്രീതി. സോറി ഗിരിയേട്ടാ. പ്രീതി, പ്രീതി വിട. സോറി ഗിരിയേട്ടാ, സോറി. പ്രീതി, പ്രീതി, നീ എപ്പോ വന്നു? ഞാനിപ്പോ ഒന്നുള്ളൂ. ഞാൻ മഹിമയുടെ ആവശ്യത്തിനായിട്ട് മഞ്ജുവിനെ കാണാൻ വന്നതാ.
അവള് അമ്മയുടെ കൂടെ അമ്പലത്തിൽ പോയിരിക്കുക. ഇപ്പൊ വരും. നീ ഇരിക്ക. വേണ്ട, ഞാൻ പിന്നെ കണ്ടോളാം. നിന്നെ ഉപദേശിക്കാനുള്ള സ്വാതന്ത്ര്യമൊന്നും ഇപ്പം എനിക്കില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ നിന്നോടിപ്പോൾ അത് പറഞ്ഞില്ലെങ്കിലേ ഞാൻ ചിലപ്പോൾ ജീവിതകാലം മുഴുവൻ പശ്ചാത്തപിക്കേണ്ടി വന്നെന്ന് വരും. ആ പ്രീതി, അവളെ നല്ല ഒന്നാം തരം വിഷമാ. അവളെ എത്രയും പെട്ടെന്ന് വീട്ടിൽ നിന്ന് പുറത്താക്കുന്നുവോ അത്രയും നല്ലത്. എടാ ഞാൻ നീ സ്വയം ന്യായീകരിക്കൊന്നും വേണ്ട. നിനക്ക് നിന്റെ സ്വഭാവത്തിന്റെ മീതെ നല്ല വിശ്വാസം ഉണ്ടായിരിക്കും. പക്ഷേ ഒരു നിമിഷത്തെ ചാഞ്ചാട്ടം മതി വലിയൊരു തെറ്റ് സംഭവിക്കാൻ. മഞ്ജുവിനോട് അങ്ങനെ ഒരു ചതി നീ ചെയ്ത ദൈവം പോലും നിന്നോട് ക്ഷമിക്കില്ല. മൂന്നൻ എപ്പോ വന്നു? ആ, ഇപ്പൊ ഒന്നുള്ളൂ. അല്ല, ഭാനുമതിയും എവിടെ? വരുന്ന വഴിക്ക് കൂട്ടുകാരെ കണ്ടു നിന്ന് സംസാരം തുടങ്ങിയതാ. കുറെ കഴിഞ്ഞപ്പോ എന്നെ വെറുതെ നിർത്തണ്ടെന്ന് കരുതി എന്നോട് പൊയ്ക്കോളാൻ പറഞ്ഞു. ഞാൻ അത്യാവശ്യമായിട്ട് മഞ്ജുനൊന്ന് കാണാൻ വന്നതാ. എന്താ മൂന്ത? ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനെ കൊണ്ട് പീതാംബരം മരിച്ച ദിവസം അബിയുടെ മൊബൈലിന്റെ ടവർ ലൊക്കേഷൻ കണ്ടുപിടിച്ചു. എന്നിട്ട്? അവൻ നാഗർകോവിലും പിന്നെ മധുരയിലൊക്കെ ആയിരുന്നു. അവസാനം അത് ചെന്നൈയിലാണ് നിന്നത്. അബി ചെന്നൈയിലേക്കുള്ള ബസ്സിലാവാനാണ് സാധ്യത എന്ന് അവൻ പറഞ്ഞത്. ബിബിമോന്റെ കാര്യം അന്വേഷിച്ചോ? അവനും അബിയുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോ അവനല്ല പീതാംബരനെ കൊന്നെന്ന് ഉറപ്പായില്ലേ? പക്ഷേ അവൻ തന്നെയാണ് മഹിമയുടെ സർജിക്കൽ നൈഫ് എടുത്തെന്ന് എനിക്ക് ഉറപ്പാ. ആ, അത് കോടതിയിൽ തെളിയിക്കാൻ പറ്റിയില്ലെങ്കിലേ ഒരു കാര്യമില്ല. നമുക്കതിന് എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കാം. എന്നാ ഞാൻ പോട്ടെ. അല്ല, ഇതുവരെ വന്നിട്ട് അമ്മയെ കാണാതെ പോവാണോ? വേണ്ട, പിന്നെ എപ്പോഴെങ്കിലും ആവാം. അമ്മയോട് എൻ്റെ അന്വേഷണം പറഞ്ഞാൽ മതി. ശരി. മഞ്ജു, പ്രീതിയെ ഇപ്പോഴും വീട്ടിൽ താമസിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? ഈ നാട്ടിൽ ഹോസ്റ്റലിന് കുറവൊന്നുമില്ലല്ലോ. പീതാംബരനെ കൊന്നത് ആരാന്ന് നമുക്കറിയില്ലല്ലോ. അയാളോടുള്ള പക പ്രീതിയോട് തീർക്കാൻ കൊലയാളി തീരുമാനിച്ചാലോ? വെറുതെ അവളുടെ ജീവിതം അപകടത്തിലാക്കുന്നത് ശരിയല്ലല്ലോ. അവൾക്ക് ചോദിക്കാനും പറയാനും കുടുംബക്കാരാരുമില്ല. അവൾക്ക് ആ അവസ്ഥ ഉണ്ടാവാൻ ഞങ്ങളും കാരണക്കാരാ. ഗിരിയേടിനെ രക്ഷിക്കാൻ വേണ്ടി സത്യം പറഞ്ഞതുകൊണ്ടാണല്ലോ അവളെ കുടുംബത്തിൽ നിന്നും പുറത്താക്കിയത്. അതുകൊണ്ട് അവൾ കാനഡയിൽ പോകുന്നത് വരെ അവളുടെ സുരക്ഷ എന്റെയും ഗിരിയേടിന്റെയും ഉത്തരവാദിത്വം. അവള് കാനഡയിലേക്ക് പോകാൻ തയ്യാറെടുത്തിട്ട് കുറെ കാലമായില്ലേ? അങ്ങോട്ട് പോകുന്നത് ഇത്രയും സമയമെടുക്കുന്ന കാര്യമൊന്നുമല്ല. അവള് ഇവിടെ തുടരാൻ വേണ്ടി മനഃപൂർവ്വം കാര്യം വൈകിപ്പിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. എന്താ മൂന്ത, പ്രീതി പോവാത്തതിൽ മൂന്തൻ എന്താ പ്രശ്നം? എനിക്കല്ല, മഞ്ജുന് തന്നെയാ പ്രശ്നം. പ്രീതി ഈ വീട്ടിൽ തുടരുന്നതേ നല്ലതിനല്ല. മൂന്തനും നാട്ടുകാർ പറയുന്ന കേട്ട് ഓരോന്നും പറയുവാണോ? ഗിരിയേടനും പ്രീതിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടെന്നാണോ മൂന്തന്റെ വിചാരം? ഗിരിയേടൻ ഒരിക്കലും എന്നെ ചതിക്കില്ല എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. തെറ്റ് ഗിരി ചെയ്യണമെന്നില്ല. ഒരു സ്ത്രീ വിചാരിച്ചാലും ഒരു കുടുംബം തകർക്കാൻ പറ്റും. പ്രീതിക്ക് അങ്ങനൊരു ഉദ്ദേശമുണ്ടെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. ഇത് മഞ്ജുവിൻ്റെ മാത്രം കാര്യമല്ല, മഞ്ജുവിൻ്റെ കുഞ്ഞിൻ്റെയും കൂടിയാ. ഇതൊക്കെ ലാഘവത്തോടെ എടുക്കരുത്. പ്രീതി ഭാവിയിൽ നിങ്ങൾക്ക് വലിയൊരു തലവേദനയാവും. മഞ്ജു ഒന്ന് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടി വരില്ല.